നമസ്കാരം, ഞാൻ സാജൻ ജോണി. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മമ്മാസിൻ്റെ സിനിമ കമ്പനി എന്ന ചിത്രത്തിനെ കുറിച്ചാണ്. മമ്മാസും ഞാനും ഇതിന് മുൻപേ ആ ചിത്രത്തിന് മുൻപേ പരിചയമുണ്ട്. കാരണം മെക്കാട്ടിൻ സാറിൻ്റെ കൂടെയായിരുന്നു ഞാനൊരു 3 വർഷം പുള്ളിയുടെ PA ആയിട്ടായിരുന്നു, പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. പല വർക്കുകളും അദ്ദേഹത്തിനോട് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ ജീവൻ TV-യിൽ കിങ്ങിണിക്കാട് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, അതിന് അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ PA ആയിട്ടും പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ടും പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ, പിന്നെ സെറിൻ മീഡിയ ഒരു ഡബിങ് സ്റ്റുഡിയോ മഞ്ഞുമലുണ്ട്, അവിടെ സ്റ്റുഡിയോ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട് കേട്ടോ. അത് അടുത്തടുത്ത വീഡിയോയിൽ പറയാം. കാവ്യ മാധവൻ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു, സുരേഷ് ഗോപി സാറ് പാട്ട് പാടിയിട്ടുണ്ട് ജീവൻ TV-ക്ക് വേണ്ടി. അങ്ങനെയൊക്കെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അവരുടെയൊക്കെ പാട്ടൊക്കെ കേൾക്കാനുള്ള ഒത്തിരി പാട്ടുകാരൊക്കെ വന്ന് സ്റ്റുഡിയോയിലൊക്കെ ഡബ് ചെയ്ത് പോയ അവസരങ്ങളൊക്കെ, ഒത്തിരി നല്ല ഓർമ്മകൾ, ഒരിക്കലും മറക്കാത്ത നല്ല ഓർമ്മകളൊക്കെ ഉണ്ട്. അപ്പം മമ്മാസ് അവിടെ നിന്നാണെങ്കിൽ മമ്മാസിനെ പരിചയപ്പെടുന്നത്. നല്ല ആർട്ടിസ്റ്റാണ് കേട്ടോ. അദ്ദേഹം കാരിക്കേച്ചറായിട്ട് വരയ്ക്കും, നല്ല ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ സംസാരിക്കുമല്ലോ. മമ്മാസ് സുഹൃത്തുക്കളോടാണ് നമ്മൾ പറയുന്നത്. സ്ഥാപനമുണ്ട്, VFX തുടങ്ങിയിട്ടുണ്ട്. അതും കേരളത്തിലെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംരംഭം ആരംഭിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ VFX സ്റ്റുഡിയോ ആണ് നമ്മുടെ. അപ്പം സ്വാഭാവികമായിട്ട് അറിയാലോ, ഒരു സംരംഭം ആദ്യമായിട്ട് തുടങ്ങുമ്പം അനുഭവിക്കേണ്ട പ്രശ്നങ്ങൾ, അതിൻ്റെ എല്ലാ പ്രോബ്ലംസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ സുഹൃത്തുക്കളോട് വന്ന് പറയാം. അപ്പം മമ്മസാനോട് പറഞ്ഞു, സാജനറിയാലോ, ഇത് കോടികളുടെയാണ് പരിപാടി. ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസോ ഒന്നും എനിക്ക് പ്രൊഡ്യൂസറോട് പറയാനില്ല. സാജൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ടുവരും, നമുക്ക് പ്രൊഡ്യൂസറായിട്ട് സംസാരിക്കാം, പ്രൊഡ്യൂസറിൽ നിന്ന് ഞാൻ പിന്നെ അപ്ലോഡ് മേടിച്ചു തരാം, അത് ഞാൻ എത്തിച്ചു തരാം സാധനങ്ങളുടെ അടുത്ത്. ഞങ്ങൾക്ക് ടെൻഷനായി, എന്ത് ചെയ്യും എന്നറിയില്ല. അങ്ങനെയാണ് ഞങ്ങൾ വണ്ടർലയിൽ ഒരു സ്റ്റീരിയോസ്കോപ്പി, ഒരു 3D സ്റ്റീരിയോസ്കോപ്പി എന്നാണ് പറയാറുള്ളത്. 3D എന്ന് പറയുന്ന, നമ്മൾ കണ്ണട വെച്ച് കാണുന്നതിന് സ്റ്റീരിയോസ്കോപ്പി എന്നാണ് പറയുന്നത്. സ്റ്റീരിയോസ്കോപ്പിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, 2 കണ്ണിലൂടെയും 2 ഇമേജാണ് നമുക്ക് വരുന്നത്. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് 3D, അതായത് സ്റ്റീരിയോസ്കോപ്പി എന്താണെന്നുള്ളത് ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കണ്ണിന് മുമ്പിൽ ഈ വിരൽ പിടിക്കുക. വിരൽ പിടിച്ചിട്ട് ഒരു കണ്ണടച്ച് ഒരു കണ്ണിലൂടെ മാത്രം നമ്മൾ ഈ വിരലിനെ നോക്കുക. അപ്പം നമുക്കറിയാം, ഈ വിരലിൻ്റെ പുറകിൽ ഉള്ള ഏരിയ ഈ വിരൽ കാരണം കൊണ്ട് നമുക്ക് കാണുന്നില്ല. ഓക്കെ, അത്ര ഏരിയ കാണുന്നില്ല. അത് നേരെ ഓപ്പോസിറ്റ്, അടുത്ത കണ്ണടച്ച് പിടിക്കുമ്പോൾ നേരത്തെ കാണാത്ത ഏരിയ നമുക്ക് ഈ കണ്ണിലൂടെ കാണാം. എന്നാൽ ഇപ്പുറത്തെ ഏരിയ ഈ വിരലിന്റെ പുറകിൽ കാണുന്നില്ല. 2 കണ്ണും തുറക്കുമ്പോൾ ഈ 2 ബാക്ക്ഗ്രൗണ്ടിലുള്ള ഏരിയയും കാണുന്നതുകൊണ്ട് തന്നെ ഇതിനൊരു 3D ഫീൽ വരും. ഇതാണ് സ്റ്റീരിയോസ്കോപ്പ്. നമുക്കറിയാം, 2 കണ്ണിലൂടെയും 2 വിഷ്വലാണ് നമുക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്കറിയാം. അപ്പം സ്റ്റീരിയോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. 2 ചിത്രങ്ങളാണ് ഒരേ സമയത്ത് വിഷ്വൽ ഷൂട്ട് ചെയ്യുന്നതും, 2 വിഷ്വലാണ് ഒരേ സമയത്ത് ക്യാപ്ചർ ആവുന്നതും, അത് വ്യത്യസ്തമായിട്ട് ക്യാപ്ചർ ചെയ്യുന്നതും. വർക്ക് നടക്കേണ്ടത് 2 വിഷ്വലിലാണെന്നും അതിൻ്റെ എല്ലാ ടെക്നിക്കൽ കാര്യങ്ങളും നടക്കേണ്ടതൊക്കെ 2 സിനിമ തന്നെയാണ് നമ്മൾ ഒരു സ്ക്രീനിൽ കാണുന്നത്. അതിനെയാണ് നമ്മൾ സ്റ്റീരിയോസ്കോപ്പി എന്ന് വിളിക്കുക. അപ്പം അത്തരത്തിലുള്ളൊരു പ്രൊജക്റ്റ് വണ്ടർലയ്ക്ക് വന്നു. അവിടെ നമ്മൾ സൈൻ ചെയ്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൻ്റെ അടുത്ത് എടുത്തു ഞങ്ങളത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പ്രൊജക്റ്റ് തുടങ്ങി പകുതിയായപ്പോഴാണ് മമ്മാസായിട്ട് ഇങ്ങനെ സംസാരിച്ചത്. അപ്പം നമുക്ക് ധൈര്യമുണ്ട്, ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്. അതും നമ്മളൊന്നും ഇപ്പം ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സിസ്റ്റമായിരുന്നു. i3 ഒക്കെയാണ് ആ സിസ്റ്റം ഞങ്ങൾ യൂസ് ചെയ്തിരുന്നത് അതിനൊക്കെ വേണ്ടി. ഇപ്പം നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞങ്ങൾ 5 പാർട്ട്നേഴ്സ് ആയിരുന്നു. നമ്മുടെ 5 പാർട്ട്നേഴ്സ് കൂടിയാണ് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതിലൊരു പാർട്ട്ണർ സിസ്റ്റമായിരുന്നു കൊണ്ടുവച്ചത്. നമുക്ക് ആ സമയത്ത് ഒരുപാട് എക്സ്പെൻസ് നമുക്കില്ല. നമുക്ക് സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അപ്പം ആ സിസ്റ്റം വെച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ 1 വർഷം കൊണ്ട് വണ്ടർലയ്ക്ക് ഈ സ്റ്റീരിയോസ്കോപ്പി പ്രൊജക്ട് ഞങ്ങൾ ഫിനിഷ് ചെയ്ത് കൊടുത്തത്. അതിന്റെ സംവിധായകൻ കൂടിയാണ് ഞാൻ. ഏകദേശം 8 മിനിറ്റ്, അവിടെ ഒരു 60, എനിക്ക് തോന്നുന്നു 90 ആയിരുന്നു. അതിൻ്റെ ഉള്ള ആ ചെയറൊക്കെ കുലുങ്ങുന്ന, മഴയൊക്കെ പെയ്യുന്ന വിഷ്വലിനനുസരിച്ച് നമുക്ക് ആംബിയൻസ് മാറുന്ന ആ തിയേറ്ററുകളിലേക്ക് ഒരു സിനിമ സംവിധാനം ചെയ്ത് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്, അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് സിനിമ അത് കണ്ടപ്പോൾ മമ്മാസിന് ഏകദേശം ധാരണയായി. ഓക്കെ, നിങ്ങൾ കൊണ്ട് പറ്റും. പ്രൊഡ്യൂസർ അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഫരീദ് ഖാൻ അദ്ദേഹം നമ്മളെ സപ്പോർട്ട് ചെയ്തു.
അങ്ങനെയാണ് ഞങ്ങൾ സിനിമാ കമ്പനിയിലേക്ക് എത്തുന്നത്. സിനിമാ കമ്പനിയിലേക്ക് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് മമ്മാസ് ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. അതിൻ്റെ ആ സിനിമയുടെ സ്റ്റോറി ബോർഡൊക്കെ അദ്ദേഹം തന്നെയാണ് വരച്ചിരുന്നത്. ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പുതുമ നമ്മുടെ സിനിമയിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ മലയാളത്തിൽ ആദ്യമായിട്ട്, അതായത് ഇപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങൾ ചെയ്തതിന് മുമ്പ് താരേ സമീൻ പറിലാണ് അത്തരത്തിലൊരു ക്ലേ അനിമേഷൻ്റെ ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. ടൈറ്റിൽ അനിമേഷൻ ക്ലേ അനിമേഷനാണ്. നമുക്കറിയാം സ്റ്റോക്ക് ബ്ലോക്ക് എടുക്കുന്ന പോലെ ഓരോ ഫ്രെയിമും സ്റ്റില്ല് ഷൂട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് കോമ്പ് ചെയ്തിട്ടാണ് സിനിമ കമ്പനിയുടെ ടൈറ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. സിനിമ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ടിക്കറ്റ് വരുന്ന ഒരു സംഭവം, ടിക്കറ്റ് ഓപ്പൺ ചെയ്ത് വരുന്നത് ഞങ്ങൾ നേരെ റിവേഴ്സാണ് ചെയ്തത്. അതായത് ടിക്കറ്റിന് ക്ലായിൽ നമ്മൾ സെറ്റ് ചെയ്തു, ക്യാമറ എല്ലാം മുകളിൽ സെറ്റ് ചെയ്ത് ലൈറ്റപ്പിൽ അതിനെ നമ്മൾ ചുരുക്കി ആ ടിക്കറ്റിനെ ഞങ്ങൾ ചുളിച്ച് അത് ക്ലേ ആയിരുന്നു, ചുളിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് അവസാനം കൂടുന്ന ഒരു സാധനം. സിനിമയിൽ നേരെ തിരിച്ചാണ്, അത് ഓപ്പൺ ആവുന്നതാണ് നമ്മൾ റിവേഴ്സിൽ ചെയ്തിട്ടുള്ളത്. ക്ലേ അനിമേഷനാണ്. അതിൻ്റെ കിളികൾ പോകുന്നതും 4 കഥാപാത്രങ്ങൾ, ആദ്യ സിനിമയിലെ കഥാപാത്രങ്ങളൊക്കെ ബീച്ചിനോട് ഇരിക്കുന്നതും അത്തരത്തിലുള്ള ഒരു ടവറും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതി. ക്ലയിൽ തന്നെ ഈ പറഞ്ഞ പോലെ 4 or 5 ലെയർ, എനിക്ക് തോന്നുന്നു 5 കൂടുതൽ ലെയർ എന്ന് തോന്നുന്നു. അത് കട്ട് ചെയ്ത് കോമ്പ് ചെയ്ത് ഏകദേശം ഒരു സെക്കൻഡ്, നമുക്കറിയാം 24 ഫ്രെയിമാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു 15-18 സെക്കൻഡിൻ്റെ അടുത്ത് നമ്മൾ ഷൂട്ട് നമ്മൾ ഈ ക്ലേ അനിമേഷൻ ചെയ്തിട്ടുണ്ട്, ടൈറ്റിൽ അനിമേഷൻ. ആ 15 സെക്കൻഡ് ഏകദേശം അതിലുള്ള ഓരോ എലമെന്റ്സും, ഇപ്പൊ ഒരു കിളിയാണ് പറന്നു പോകുന്നെങ്കിൽ ആ കിളിയെ പറന്നു പോകുന്ന കിളിയെ മാത്രം ഓരോ ഫ്രെയിം ഷൂട്ട് ചെയ്ത് ഈ പറഞ്ഞ സെക്കൻഡിൽ 24 ഫ്രെയിം സ്റ്റില്ലെടുത്ത് അതിനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിലേക്ക് കയറ്റിയിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ അവിടുത്തെ തിരമാലകൾ പോകുന്നത് ഇതുപോലെ എടുത്തതാണ്. അങ്ങനെ എന്നിട്ടാണ് കോമ്പ് ചെയ്തിരിക്കുന്നത്. ഏകദേശം എനിക്ക് 5-6 ലെയർ ഇതുപോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ സ്റ്റില്ല് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് സിനിമാ കമ്പനിയുടെ ടൈറ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സിനിമാ കമ്പനിയിൽ മറ്റൊരു ഷോട്ട് ഉള്ളത്, 3 സുഹൃത്തുക്കൾ ഒരു നമ്മുടെ കഥാപാത്രം ഒന്ന് നോക്കുമ്പോൾ സുഹൃത്തുക്കൾ പണ്ടിരുന്ന ഒരു ചുമരിൻ്റെ അവിടെ എത്തും. ആ ക്യാമറ അങ്ങനെ പാൻ ചെയ്ത് പോയി ക്യാമറ മുകളിലോട്ട് പോകുമ്പോൾ അപ്പുറത്ത് അദ്ദേഹം നിൽക്കുന്നത്, ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ പഴയ കാല സുഹൃത്തുക്കൾ അവർ വന്നിരുന്ന സ്ഥലം അവരോടുകൂടി ഫ്രെയിം കമ്മിറ്റ് ചെയ്തിട്ട് ക്യാമറ പാൻ ചെയ്ത് ട്രാക്കിൽ പോയി ക്യാമറ അപ്പ് ചെയ്ത് പോകുമ്പോൾ അതിനപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ നായകൻ നിൽക്കുന്ന ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ഇത് രണ്ട് സ്ഥലത്ത് 2 സമയത്ത് ഷൂട്ട് ചെയ്തതാണ്. അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തതാണ്. കൃത്യമായിട്ട് ലൈറ്റ് നോക്കി അതിൻ്റെ ഹൈറ്റ് നോക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ക്യാമറമാൻ ജിബു ചേട്ടനായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ ഡയറക്ടർ ജേക്കബ് അദ്ദേഹമായിരുന്നില്ല ക്യാമറ, പുള്ളിയാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പം അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് നല്ല ധാരണ ഉണ്ടായിരുന്നു. VFXന്റെ ധാരണ നന്നായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ജിബു ചേട്ടൻ. അപ്പം അത് കറക്റ്റാണ് നമ്മളത് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ അതിൽ സാൻഡ് അനിമേഷൻ ചെയ്തത്, കാരണം നമുക്ക് ആ സമയത്ത് സാൻഡ് അനിമേഷൻ ചെയ്യാനുള്ള ഒരു ടെക്നിക്കൽ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് നമുക്കൊരു കോളേജിലെ വിനീത് എന്ന് പറഞ്ഞ സാറ് സപ്പോർട്ടോട് കൂടിയിട്ടാണ് ക്ലേ അനിമേഷൻ, അവിടുത്തെ വിദ്യാർത്ഥികളാണ് സാൻഡ് അനിമേഷൻ ചെയ്തത്. സിനിമാ കമ്പനിയിൽ എന്തെങ്കിലും പുതുമ കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് ഞങ്ങളുടെ എല്ലാ വർക്കിലും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റു സുഹൃത്തുക്കൾക്ക് അയയ്ക്കുക. സിനിമ പഠിക്കാൻ നിൽക്കുന്ന, സിനിമയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. Thank you.